എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ MBBS BDS കോഴ്സുകളിലേക്കുള്ള ഓൺലൈനായിട്ടുള്ള ഓപ്ഷൻ്റെ രജിസ്ട്രേഷൻ നാളെ അവസാനിക്കും. അതായത് ഓഗസ്റ്റ് 26 രാത്രി 11:59 വരെയാണ് ഈ വർഷത്തെ MBBS BDS കോഴ്സുകളിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുക. ഇതിന് ശേഷമായിരിക്കും ഈ ഒരു ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി, അഗ്രികൾച്ചർ, ഫിഷറീസ്, വെറ്റിനറി, ഫോറസ്ട്രി ഇതുപോലുള്ള മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കുക. ഈ ഒരു ഘട്ടത്തിൽ MBBS BDS കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. ബാക്കിയുള്ള കോഴ്സുകളിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ഉടൻ തന്നെ തുടങ്ങുന്നതായിരിക്കും. ആദ്യത്തെ MBBS BDS കോഴ്സുകളിലേക്കുള്ള 2 അലോട്ട്മെൻറ്റിന് ശേഷമായിരിക്കും ബാക്കിയുള്ള അലോട്ട്മെൻറ്റ്, അതായത് ബാക്കിയുള്ള കോഴ്സുകളിലേക്കുള്ള അലോട്ട്മെൻറ്റ് നടപടികൾ ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ ഫാർമസി, ആർക്കിടെക്ചർ കോഴ്സുകളിലേക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് MBBS BDS കോഴ്സുകളിലേക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ ആദ്യം ലഭിച്ച സീറ്റ് പോവുകയും പിന്നീട് MBBS BDS കോഴ്സുകളിലേക്ക് എവിടെയാണോ അലോട്ട്മെൻറ്റ് ലഭിച്ചത് അവിടെയായിരിക്കും ജോയിൻ ചെയ്യേണ്ടതായിട്ട് ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, എഞ്ചിനീയറിംഗും ആർക്കിടെക്ചറും ഫാർമസിയും MBBSും BDSും ഓപ്ഷൻ നൽകുന്ന വിദ്യാർത്ഥികൾ നിങ്ങളുടെ പ്രയോറിറ്റി ഏത് കോഴ്സിനാണ് അതനുസരിച്ച് മുൻഗണനാക്രമത്തിലായിരിക്കണം ഓപ്ഷൻ നൽകേണ്ടത്. അതുപോലെ തന്നെ 28 വിദ്യാർത്ഥികളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, അതായത് 27 താൽക്കാലിക അലോട്ട്മെൻറ്റും 29 ഫസ്റ്റ് അലോട്ട്മെൻറ്റ് അതായത് പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു 26 രാത്രി 11:59 മുമ്പായിട്ട് നിങ്ങൾ ഈ ഒരു ഓപ്ഷനുകൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു കോളേജ് വീണ്ടും ഇപ്പോൾ ആഡ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകളൊക്കെ നിങ്ങൾ ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്തുക. ഗവൺമെൻറ് കോളേജ് ആണെങ്കിൽ നിങ്ങൾക്ക് 23,000 സംതിങ് രൂപയാണ് ഒരു വർഷം ഫീസ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു അതായത് BDS, അതായത് ദന്തൽ കോളേജാണ്, ഗവൺമെൻറ് ദന്തൽ കോളേജ് ആണെങ്കിൽ നിങ്ങൾക്ക് 20,000 സംതിങ് രൂപയോളമാണ് ഫീസ് വരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് ഫീസ് വരുന്നത്. അതായത് 20,840 രൂപയാണ് സർക്കാർ ദന്തൽ കോളേജിൽ. സർക്കാർ മെഡിക്കൽ കോളേജിൽ MBBS ആണെങ്കിൽ 23,150 രൂപയാണ്. NRI കോട്ടയാണെങ്കിൽ നിങ്ങൾക്ക്, അതായത് ഗവൺമെൻറ് അല്ല സ്വാശ്രയ കോളേജിലാണ് NRI കോട്ട ഉണ്ടാവുള്ളൂ. 15% സ്വാശ്രയ ആ ഒരു കോട്ട ഉണ്ടാവുക. അതിൽ ഏകദേശം 2,20,86,400 രൂപയാണ് ഒരു വർഷത്തെ ഫീസ് വരിക. അതുപോലെ തന്നെ ജനറൽ കാറ്റഗറി ആണെങ്കിൽ ഓരോ കോളേജ് അനുസരിച്ചും നിങ്ങൾക്ക്, അതായത് ജനറൽ സീറ്റിലേക്ക് 85% സീറ്റാണ് റിസർവ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിൽ ഏകദേശം 7,68,000 സംതിങ്ങോളം. അതുപോലെ ചില കോളേജിൽ 7,77,179 രൂപയാണ് ഫീസ് ഇനത്തിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചില കോളേജിൽ ഇതിനനുസരിച്ച് ചെറിയ ഫീസ് വ്യത്യാസം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുപോലെ ചില കോളേജിൽ, അതായത് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ 8,44,551 രൂപയാണ് ഫീസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര രൂപയാണ് ഫീസ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി സ്വാശ്രയ ദന്തൽ കോളേജിലെ ഫീസ് ഘടന എന്ന് പറയുന്നത്, ജനറൽ സീറ്റിൽ ഏകദേശം 3,30,940 രൂപയും NRI സീറ്റാണെങ്കിൽ 6 ലക്ഷം രൂപയുമാണ് ഫീസ് ഇനത്തിൽ വരുന്നത്. ഓപ്ഷൻ രജിസ്ട്രേഷനായിട്ട് വിദ്യാർത്ഥികൾക്ക് MBBS BDS കോഴ്സിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് ഈ ഒരു ഘട്ടത്തിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ 5,000 രൂപ പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് മുഖേനയോ നിങ്ങൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. SC ST OEC അതുപോലെ തന്നെ ആനുകൂല്യത്തിന് അർഹതയുള്ളവർ എന്നിവർക്ക് 500 രൂപ മാത്രമാണ് ഈ ഒരു ഫീസ്, രജിസ്ട്രേഷൻ ഫീസ് ഇനത്തിൽ വരുന്നത്. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണ് എങ്കിൽ കോഴ്സിൻ്റെ കോഷൻ ഡെപ്പോസിറ്റിൽ പ്രസ്തുത തുക കുറവ് ചെയ്യുന്നതായിരിക്കും. ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീസ് ഓൺലൈനായിട്ട് അടക്കേണ്ടതാണ്. അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീസ് തിരികെ നൽകുന്നതാണ്. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന സമയത്ത് വിദ്യാർത്ഥികൾ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടക്കേണ്ടതായിട്ടുണ്ട്. ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ടും വരുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇപ്പോൾ വന്നിട്ടുള്ള കോഴ്സുകൾ ഈ ഒരു ഘട്ടത്തിൽ തന്നെ ഓപ്ഷൻസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. പുതുതായിട്ട് കോളേജുകൾ ഉൾപ്പെടുത്താത്ത പക്ഷം അടുത്ത ഘട്ടത്തിൽ കേന്ദ്രീകൃത അലോട്ട്മെൻറ്റിൽ, അതായത് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ MBBS BDS കോഴ്സിന് പുതുതായിട്ട് ഓപ്ഷൻ നൽകാനായിട്ട് അനുവദിക്കില്ല. അതുകൊണ്ട് തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ട് നിശ്ചിത തീയതികളിൽ പ്രവേശനം നേടിയിട്ടില്ലെങ്കിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് റദ്ദാകുന്നതും, അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ തുടർന്നുള്ള അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നതല്ല. അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ പ്രവേശനം നേടുകയും പഠനം തുടരുകയും ചെയ്യുമെന്ന് ഉറപ്പുള്ള കോളേജിലേക്കും കോഴ്സിലേക്കും മാത്രമേ വിദ്യാർത്ഥികൾ ഓപ്ഷൻ നൽകാനായിട്ട് പാടുള്ളൂ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ
2024-25 അധ്യയന വർഷത്തെ സ്വാശ്രയ മെഡിക്കൽ ദന്തൽ കോളേജിലെ ഫീസ് നിശ്ചയിച്ചിട്ടില്ലാത്തതിനാൽ കഴിഞ്ഞ വർഷത്തെ ഫീസാണ് അടയ്ക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഫീസാണ് നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഭാഗമായിട്ട് എക്സ്ട്രാ ഫീസ് വരികയാണെങ്കിൽ നിങ്ങൾ പിന്നീട് അടക്കാനായിട്ട് ബാധ്യസ്ഥരാണ് എന്നുള്ളത് പ്രത്യേകം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഫലം തടഞ്ഞു വെച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ അത് പരിഹരിക്കാനാവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ് 24-ാം തീയതി, അതായത് അത് ഡേറ്റ് കഴിഞ്ഞു. അപ്പോൾ നിങ്ങളുടെ ഫലം പ്രസിദ്ധപ്പെടുത്തുന്നതിനായിട്ട് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ അലോട്ട്മെൻറ്റിനായിട്ട് പരിഗണിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ അലോട്ട്മെൻറ്റിന് പരിഗണിക്കുന്നതല്ല. NRI കോട്ട പ്രവേശനത്തിനായിട്ട് കാലാവധി കഴിഞ്ഞതോ കഴിയാറാതോ ആയ വിസ ഓൺലൈൻ അപേക്ഷയോടൊപ്പം സമർപ്പിച്ചിട്ടുള്ളവർ, സ്പോൺസറിൽ നിന്നുള്ള സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ സമർപ്പിക്കാവുന്നതാണ്. ഇത്തരം വിദ്യാർത്ഥികൾ പ്രവേശന പരീക്ഷാ കമ്മീഷൻ നിശ്ചയിക്കുന്ന MBBS BDS കോഴ്സുകളിലേക്കുള്ള 3ാം ഘട്ട അലോട്ട്മെൻറ്റിനായിട്ടുള്ള ഓപ്ഷൻ സമർപ്പണത്തിൻ്റെ അവസാന തീയതിക്ക് മുമ്പായിട്ട് കാലാവധിയുള്ള വിസ അതുപോലെ തന്നെ അക്നോളജ്മെൻറ്റ് സമർപ്പിക്കാത്ത പക്ഷം NRI കാറ്റഗറിയും NRI കാറ്റഗറിയിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച് അഡ്മിഷൻ നേടുകയാണെങ്കിൽ പ്രസ്തുത അലോട്ട്മെൻറ്റും റദ്ദ് ചെയ്യപ്പെടുന്നതായിരിക്കും. പ്രവേശനവുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ ഒരു കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഏതൊക്കെയാണ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജസ് എന്ന് നൽകിയിട്ടുണ്ട്. 12 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളാണ് നിലവിൽ ഉള്ളത്. അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജസ് ആണെങ്കിൽ ഏകദേശം, അതായത് 17 സെൽഫ് ഫിനാൻസ് കോളേജും ഗവൺമെൻറ് ദന്തൽ കോളേജ് 6 എണ്ണം, അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് ദന്തൽ കോളേജ് ഏകദേശം 20 എണ്ണമാണ് വരുന്നത്. അപ്പോൾ ടോട്ടൽ ഇത്രയുമാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനുള്ള സൗകര്യം നാളെ രാത്രി 11:59 അവസാനിക്കുക. വിദ്യാർത്ഥികൾക്ക് MBBS BDS കോഴ്സിലേക്ക് പ്രവേശനം ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ നാളെ രാത്രി 11:59 മുമ്പായിട്ട് ഈ ഒരു 5000 രൂപ ഫീ പേയ്മെൻറ്റ്, അതായത് ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീസ് അടച്ചുകൊണ്ട് നിങ്ങൾക്കിതിൽ പങ്കെടുക്കാവുന്നതാണ്. ഇപ്പോൾ വന്നിട്ടുള്ള കോളേജുകൾ ഈ ഒരു ഘട്ടത്തിൽ തന്നെ നൽകണം, പിന്നീട് നൽകാനുള്ള സൗകര്യം ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ ഗവൺമെൻറ് കോളേജ് ആണെങ്കിൽ 23,150 രൂപയും, ദന്തൽ കോളേജ് ആണ് ഗവൺമെൻറ് എങ്കിൽ ഏകദേശം 20,080 രൂപയും, അതായത് 240 രൂപയോളമാണ്, അതായത് 20,240 രൂപയാണ് വരുന്നത്. സെൽഫ് ഫിനാൻസ് ആണെങ്കിൽ ഏകദേശം ഒരു 8 ലക്ഷം രൂപയ്ക്ക് അടുത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ NRI സീറ്റ് ആണെങ്കിൽ 20 ലക്ഷം രൂപയാണ് ഫീസ്, ഒരു വർഷത്തെ ഫീസ് ഇനത്തിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകൾ ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്തുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ MBBS BDS കോഴ്സുകൾ ഒഴികെയുള്ള മറ്റ് മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഈ ഒരു ഘട്ടത്തിൽ ഓപ്ഷൻ നൽകേണ്ടതില്ല. നിങ്ങൾക്ക് ഈ ഒരു MBBS BDS കോഴ്സിലേക്കുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ഘട്ടത്തിലായിരിക്കും ഈ ഒരു മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സസിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ വരിക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. MBBS BDS കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും നാളെ രാത്രി 11:59 മുമ്പായിട്ട് വന്നിട്ടുള്ള കോളേജസൊക്കെ നിങ്ങൾക്ക് താല്പര്യത്തിനനുസരിച്ച് ഓപ്ഷനുകൾ നൽകേണ്ടതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.